അടുത്ത ഒരു പ്രതികരണം വരുന്നത് മന്ത്രി പി രാജീവിൻ്റെതാണ്. അതായത് കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കൽ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് അദ്ദേഹം SFIയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഈ കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മുൻ കോളേജിലുണ്ടായിട്ടുള്ളൊരു സംഭവത്തെക്കുറിച്ചാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വരുന്നത്. ലഹരിക്കെതിരെ വിദ്യാർത്ഥി സംഘടനകൾ യോജിച്ച് ക്യാമ്പയിൻ നടത്താം എന്നാണ് മന്ത്രി പി രാജീവ് പറഞ്ഞത്. ഇപ്പോൾ KSUവിന്റെ ഭാഗത്ത് KSU സംസ്ഥാന പ്രസിഡന്റ് നേതൃത്വത്തിൽ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാത്ത KSU നേതാക്കൾക്കെതിരെ സസ്പെൻഷൻ നടപടിയടക്കം ഉണ്ടായിട്ടുണ്ട്. മന്ത്രി പറയുന്നത് രാഷ്ട്രീയമല്ല സർക്കാർ നോക്കുന്നത് മുന്നിലുള്ള പ്രശ്നത്തെയാണ് നേരിടേണ്ടത്, അതിനുവേണ്ടിയുള്ള ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. ക്യാമ്പസിൽ എല്ലാവരും ചേർന്ന് ക്ലീനിങ് നടത്തണം എന്നാണ് മന്ത്രി ആവശ്യപ്പെടുന്നത്. പൊതുവെ വിദ്യാർത്ഥി സംഘടനകൾ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ ഒരു ശക്തമായ ക്യാമ്പയിനും നേതൃത്വം നൽകണം. പല ഘട്ടങ്ങളിലും അങ്ങനെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവർ യോജിച്ച് തന്നെ ഗവൺമെൻറ് സംവിധാനവും അധ്യാപകരും എല്ലാവരും ചേർന്ന് അതിവിപുലമായ ഒരു ക്യാമ്പയിന് നേതൃത്വം നൽകണം. ഇങ്ങനെയുള്ള ആളുകളെ ആരും സംരക്ഷിക്കില്ല എന്ന് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. ഗവൺമെൻറ് മുമ്പിൽ ഏത് സംഘടന ഏതെങ്കിലും ബന്ധമുണ്ടോ ഏത് വ്യക്തി എന്നില്ല, പ്രശ്നം മാത്രമായിരിക്കും സർക്കാരിന് മുൻപിലുണ്ടാവുക. ഇപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പരിശോധന വേണം എന്ന് കണ്ടിട്ടുള്ളത്.